Morning students, welcome to today's class. Today we are discussing about intrusion detection. So, what is intrusion? അതായത് ഒരു unauthorized ആയിട്ടുള്ള പേഴ്സൺ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നതാണ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. സോ ആ ഇൻട്രൂഡറിനെ ഡിറ്റക്ട് ചെയ്യുന്ന സെക്ഷനാണ് ഇനി വരുന്നത്. ഓക്കെ, ഹൗ വി ആർ ഡിറ്റക്ടിങ് ഇൻട്രൂഷൻ. Okay, intrusion detection systems provide early warning of an intrusion so that defensive action can be taken to prevent or minimize damage. Okay, intrusion detection systems എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രൂഷനെ ഡിറ്റക്ട് ചെയ്യാൻ, അതായത് ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ഇത് ഈ ഒരു മെസ്സേജിലോട്ട് ഇൻട്രൂഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു സംഭവം ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാമേജ് കുറക്കാൻ പറ്റും ആൻഡ് ആൾസോ നമുക്ക് ഈ ഒരു ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, if the intrusion is detected quickly enough, intruder can be identified and ejected from the system before any damage. Okay, damage വരുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ഈ ഇൻട്രൂഡറിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡാറ്റ ഡാമേജ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡാറ്റ കോംപ്രമൈസ് ആവുന്നതിന് മുമ്പ്, അതായത് ഡാറ്റ ലീക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഇൻട്രൂഡറിനെ ഇജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ഇഫ് ദ ഡിറ്റക്ഷൻ ഈസ് നോട്ട് സഫീഷ്യന്റ്ലി ടൈംലി ടു പ്രിവെന്റ് ദ ഇൻട്രൂഡർ, the sooner that the intrusion is detected, the less the amount of damage and more quickly the recovery can be achieved. Okay, പെട്ടെന്ന് നമുക്ക് അതന്നെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇൻട്രൂഡറിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു ഡാമേജിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാനും ഓക്കെ ആ ഒരു ഇൻട്രൂഡറിനെ പെട്ടെന്ന് ഇജക്ട് ചെയ്യാനും പറ്റും. Intrusion detection enables the collection of information about intrusion techniques that can be used to strengthen the intrusion prevention facility. ഓക്കെ, സോ ഈ ഡിറ്റക്ഷൻ ഇൻട്രൂഡർ ഡിറ്റക്ഷൻ സ്കീം യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ in order to study the it gives a difference between the intruder and the legitimate users. Okay, legitimate user ആണോ ഇൻട്രൂഡർ ആണോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സ്കീമിൽ വരുന്നത് ഈ ഒരു അസംഷൻ ബിഹേവിയർ നോക്കിയിട്ടാണ്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അസംഷൻ തന്നെ, അല്ലെങ്കിൽ അത് ബിഹേവിയർ ഓഫ് ഇൻട്രൂഡറും അതുപോലെ തന്നെ ലെജിറ്റിമേറ്റ് യൂസർ പറയുമ്പോൾ ആ ഒരു കറക്റ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസർ തമ്മിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അവർ തമ്മിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ്. Although the typical behavior of an intruder differ from the typical behavior of an authorized user, there is an overlap in these behaviors. Okay, ഒരു ഇൻട്രൂഡറും ഒരു യൂസറും തമ്മിൽ ചെറിയൊരു ഓവർലാപ്പ് ഉണ്ടാവും, പക്ഷെ അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഓവർലാപ്പും ഡിഫറൻസ് നോക്കിയിട്ടാണ് ഇൻട്രൂഡറിനെ അതുപോലെ തന്നെ നമ്മുടെ ഓതറൈസ്ഡ് യൂസറിനെ മനസ്സിലാക്കുന്നത്. Then ഇനി ഇതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ a loose interpretation of intruder behavior which will catch more intruders will also lead to a number of false positives or authorized user identified as intruders. എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂസ് ഇന്റർപ്രിട്ടേഷൻ, അതായത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാതെ ജസ്റ്റ് ലൂസ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുക. കുറച്ച് ആൾക്കാരും എല്ലാ ആൾക്കാരും കൺസിഡർ ചെയ്തിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇൻട്രൂഡർ ബിഹേവിയർ ചെറിയ രീതിയിലുള്ളവരൊക്കെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്ത് നമ്മളെ കളക്ഷനിൽ വരുത്തുകയാണെങ്കിൽ അവിടെ ഫാൾസ് പോസിറ്റീവ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫാൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് യൂസർ ഐഡന്റിഫൈഡ് ആസ് ഇൻട്രൂഡേഴ്സ്. അപ്പൊ നമുക്ക് ഓതറൈസ്ഡ് യൂസേഴ്സിനെയും ഇൻട്രൂഡർ ആയിട്ട് തോന്നും. അതായത് ചെറിയ ഒരു സംശയം അല്ലെങ്കിൽ ത്രെട്ട് തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരൊക്കെ ഇൻട്രൂഡറിന്റെ ബേസിൽ കൊടുക്കുമ്പോൾ അവിടെ ഫാൾസ് പോസിറ്റീവ്സ് ഉണ്ടാവും. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരും അതിൽ പെടും. അതായത് ഓതറൈസ്ഡ് പേഴ്സണും നമ്മൾ ഇൻട്രൂഡർ ആയിട്ട് കൺസിഡർ ചെയ്യും ലൂസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇഫ് അറ്റംപ്റ്റ് ടു ലിമിറ്റ് ഫാൾസ് പോസിറ്റീവ്, ഓക്കെ ഫാൾസ് പോസിറ്റീവ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഓതറൈസ്ഡ് പീപ്പിളിനെ നമ്മൾ ഇൻട്രൂഡർ ആണോ എന്ന് നമ്മൾ തിങ്ക് ചെയ്തു പോകും, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യും, അവരും കൂടി കൺസിഡർ ചെയ്യും. അപ്പൊ ആ ഒരു ഫാൾസ് പോസിറ്റീവ് എന്ന് അതിന് പറയാം. സോ ആ ഫാൾസ് പോസിറ്റീവ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് വളരെ ഭയങ്കരമായിട്ട് ഇൻട്രൂഡർ ആണ് സംശയമുള്ളവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ടൈറ്റ് ഇന്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രൂഡർ ബിഹേവിയർ വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഫാൾസ് നെഗറ്റീവ്. ഓക്കെ, ഫാൾസ് നെഗറ്റീവ്സ് വരും ഓർ ഇൻട്രൂഡേഴ്സ് നോട്ട് ഐഡന്റിഫൈ ആസ് ഇൻട്രൂഡേഴ്സ്. ഓക്കെ, അതായത് ശരിക്കും ഇൻട്രൂഡറിൽ പെടുന്നവരും അതിൽ മിസ്സായി പോകും. അതായത് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ അത് ടു ലൂസ് ആവാൻ പാടില്ല, ടു ടൈറ്റ് ആവാൻ പാടില്ല. അതായത് നമ്മൾ ലൂസ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് നമ്മുടെ ഓതറൈസ്ഡ് പേഴ്സണും കൂടി അതിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ആവും. അതിനാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയാം. ഇനി അതല്ല നമ്മൾ ടൈറ്റ് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരുപാട് നല്ല ഇത് ഉറപ്പാണെന്ന് വരുന്ന ആളെ മാത്രം സെലക്ട് ചെയ്യാം. ഇത് ഇൻട്രൂഡർ ആണ്, ഓക്കെ നമ്മൾ രണ്ടും ഇൻട്രൂഡർ ഓതറൈസ്ഡ് പീപ്പിളും തമ്മിൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ
90% ഇൻട്രൂഡർ ആണ് തോന്നുന്നവരെ മാത്രം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിനിടയിൽ എന്ത് ചെയ്യും, ശരിക്കും ഇൻട്രൂഡർ ആയവരുണ്ടാവും, പക്ഷെ ഇതിന് ഇൻട്രൂഡർ ആയവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുമ്പോൾ അവർ വീണ്ടും ഈ ഡാറ്റാസ് ലീക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഈ രണ്ട് കേസ് നമുക്ക് എന്താണ് പ്രശ്നമാവും. സോ അവർ തമ്മിൽ ഒരു കോംപ്രമൈസ് വേണം. ഓക്കെ, സോ ഹെൻസ് ദർ ഇസ് ആൻ എലമെന്റ് ഓഫ് കോംപ്രമൈസ് ഡിസൈൻ ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര കൂടുതലോ കുറവോ ആവാൻ പാടില്ല, ഒരു നോർമൽ രീതിയിൽ ആവണം. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ദ പ്രൊഫൈൽ ഓഫ് ഇൻട്രൂഡർ ബിഹേവിയർ, ഇൻട്രൂഡറിന്റെ ബിഹേവിയറിന്റെ പ്രൊഫൈലും അതുപോലെ തന്നെ ഓതറൈസ്ഡ് യൂസറിന്റെ പ്രൊഫൈലും ആണിത്. ഇത് ആവറേജ് ബിഹേവിയർ ഓഫ് ഇൻട്രൂഡറിന്റെ ഒരു ആവറേജ് ബിഹേവിയർ ആണിത്. ഇവിടെ അതുപോലെ തന്നെ ആവറേജ് ബിഹേവിയർ ഓഫ് ഓതറൈസ്ഡ് പീപ്പിൾ. സോ അവന് കോമൺ ആയിട്ട് ചെറിയതായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ ഓതറൈസ്ഡ് യൂസറിന് ഈ ഒരു ഇൻട്രൂഡർ ബിഹേവിയർ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മാത്രമേ സെയിം ബിഹേവിയറുകൾ കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് നല്ല കൂടുന്നവരെ മാത്രം എന്ത് ചെയ്യാം, ഇൻട്രൂഡർ ആണെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രൊഫൈലാണ്. The task of detecting misfeasor is more difficult in that distinction between abnormal and normal behavior may be small. Okay, നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഇൻട്രൂഡേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് മാസ്കുറേഡർ ആൻഡ് മിസ്ഫീസർ. മാസ്കുറേഡർ പറയുമ്പോൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാളാണ്, മാത്രമല്ല ഔട്ട്സൈഡ് ഇൻട്രൂഡർ ആണ്. മിസ്ഫീസർ പറയുമ്പോൾ ഇൻസൈഡ് ഇൻട്രൂഡർ ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഔട്ട്സൈഡ് ഇൻട്രൂഡറും ഇൻസൈഡ് ഇൻട്രൂഡറും. ഓക്കെ, അപ്പോൾ മാസ്കുറേഡർ പറയുമ്പോൾ ഔട്ട്സൈഡ് ഇൻട്രൂഡർ ആവുമ്പോൾ വലിയ കുഴപ്പമില്ല, അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. പക്ഷെ മിസ്ഫീസർ ആവുമ്പോൾ അത് ഇൻസൈഡ് ദ ആ ഒരു സിസ്റ്റത്തിന് അകത്തുള്ളത് ആൾസോ ഇറ്റ്സ് എ ലെജിറ്റിമേറ്റ് യൂസർ. ഈ ലെജിറ്റിമേറ്റ് യൂസർ പറയുമ്പോൾ ആ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനീന്റെ അകത്തുള്ള ആൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അയാൾക്ക് പക്ഷെ ആ ഒരു ഫയല് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് ആക്സസ് ഉണ്ടാവില്ല, പക്ഷെ അത് ആ ഒരു സിസ്റ്റത്തിന് അകത്തുള്ള ആളാണ്. അപ്പൊ അതാണ് ഈ മിസ്ഫീസർ. അങ്ങനെയുള്ള ആൾക്കാരെ മിസ്ഫീസറിനെ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആ ഒരു കേസൊക്കെ ഈ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഇവിടെയും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, a fundamental tool for intrusion detection is the audit record. Some record of ongoing activity by users must be maintained as input to an intrusion detection system. Two plans are used. Okay, ഇനി നമുക്ക് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇൻട്രൂഡ് ചെയ്ത ആളെ ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഓഡിറ്റ് റെക്കോർഡ്. ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു റെക്കോർഡിൽ വെക്കുക. ഓക്കെ, അതായത് എന്ത് സംഭവങ്ങൾ നടന്നാലും അവിടെ ഒരു റെക്കോർഡ് ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് യൂസർ അതുപോലെ തന്നെ ബി മെയിൻറ്റെയിൻ ആസ് ഇൻപുട്ട്. ഒരു ഇൻപുട്ട് ആയിട്ട് അവിടെ നടന്ന ആൾക്കാരുടെ ആക്ടിവിറ്റീസും അവിടെ നടന്ന പ്രോസസ്സിന്റെയും എല്ലാത്തിന്റെയും ഒരു ഓഡിറ്റ് റെക്കോർഡ് ഉണ്ടാക്കി വെക്കുകയാണ് അതിന്റെ ഇൻട്രൂഷൻ ഡിറ്റക്ഷന്റെ ഫസ്റ്റ് ടൂൾ. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ് ആൻഡ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്. രണ്ട് രീതിയിൽ ചെയ്യാം. നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡും ചെയ്യാം ആൻഡ് ആൾസോ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡും ചെയ്യാം. ഓക്കെ, ഡിറ്റക്ഷന് വേണ്ടി മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ഓഡിറ്റ് റെക്കോർഡ്സ് ഉണ്ടാക്കാം. അത് നോർമൽ നാറ്റീവ് ആയിട്ട് ഓഡിറ്റ് റെക്കോർഡ് ഉണ്ടാക്കാം. വിർച്വലി ഓൾ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് കളക്ട് ഇൻഫർമേഷൻ ഓൺ യൂസർ ആക്ടിവിറ്റി. ഓക്കെ, എല്ലാ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എല്ലാ സിസ്റ്റത്തിലും, അതായത് നമ്മൾ ഒരുപാട് യൂസേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിലും അവിടെ ഒരു ഓഡിറ്റ് റെക്കോർഡ് ഉണ്ടാവും. ഓക്കെ, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് കളക്ട്സ് ഇൻഫർമേഷൻ യൂസേഴ്സ് ആക്ടിവിറ്റി. യൂസറിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കൂടിയും റെക്കോർഡ് ചെയ്തിട്ടുള്ള അതാണ് നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്. നോർമലി എല്ലാ കേസിലും ഇങ്ങനെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഒരു നോർമൽ ഒരു ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് യൂസറിന്റെ ആക്ടിവിറ്റി ഇൻഫോർമേഷൻസ് ഓഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടാവും. സോ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദിസ് ഇൻഫോർമേഷൻ ഈസ് ദാറ്റ് നോ അഡീഷണൽ കളക്ഷൻ സോഫ്റ്റ്വെയർസ് നീഡ്. അപ്പോൾ അതായത് വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ആ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവും, ഓരോ യൂസറിന്റെ ആക്ടിവിറ്റി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അഡീഷണൽ സോഫ്റ്റ്വെയർസ് കളക്ഷൻ ഒന്നും വേണ്ട. അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ദ നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് മേ നോട്ട് കണ്ടെയ്ൻ ദ നീഡഡ് ഇൻഫോർമേഷൻ ഓർ മേ നോട്ട് കണ്ടെയ്ൻ ഇൻ എ കൺവീനിയന്റ് ഫോം. അതായത് നമ്മുടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ വേണ്ട ഇൻഫോർമേഷൻസ് ഉണ്ടാവണമെന്നില്ല. നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് പറയുമ്പോൾ ഓരോ യൂസറിനെയും ആക്ടിവിറ്റീസ് ഇങ്ങനെ ഒരു ഓഡിറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും, കളക്ട് ചെയ്ത് വെച്ചിരിക്കും. അതിന്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ സ്പെഷ്യൽ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ല. ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ, അതായത് ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവണമെന്നില്ല. അതായത് നോർമലി അത് നടക്കുന്ന കാര്യം. ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്. ഓക്കെ, ഇനി ഈ രണ്ടും
റെക്കോർഡിലും എന്താണ് നമ്മൾ ഡാറ്റനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഡിറ്റക്ഷൻ ബേസ്ഡ് ഓഡിറ്റ് റെക്കോർഡിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റക്ഷൻ ചെയ്യാൻ, അതായത് ഇൻട്രൂഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഡിറ്റക്ഷൻ ബേസ്ഡ് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. എ കളക്ഷൻ ഓഫ് facility can be implemented, but that generate audit record containing only that information required by the intrusion detection system. അതായത് ഒരു ഇൻട്രൂഡർ വന്നിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്ത് വെക്കുന്ന സംഭവത്തിനാണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ അഡ്വാൻറ്റേജ് ഓഫ് സച്ച് ആൻ അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് കുഡ് ബി മെയ്ഡ് വെണ്ടർ ഇൻഡിപെൻഡന്റ് ആൻഡ് പോർട്ടഡ് ടു എ വെറൈറ്റി ഓഫ് സിസ്റ്റം. അതായത് ഓക്കെ, ഓരോ ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പക്ഷെ മാത്രമല്ല നമുക്ക് ഏത് സിസ്റ്റത്തിനും ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് നമുക്ക് ഡിറ്റക്ഷന് വേണ്ടി ഈസിലി ആക്സസബിൾ ആവും ആസ് കമ്പയർഡ് ടു നാറ്റീവ്. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ദാറ്റ് എക്സ്ട്രാ ഓവർഹെഡ് ഇൻവോൾവ് ഇൻ ഹാവിംഗ് ഇൻ എഫക്റ്റീവ് അക്കൗണ്ടിംഗ് പാക്കേജ് റണ്ണിംഗ് ഓൺ എ മെഷീൻ. അപ്പൊ 2 അക്കൗണ്ടിംഗ് പാക്കേജ് വേണ്ടി വരും, കാരണം ഡിറ്റക്ടർ സ്പെസിഫിക് ആയിട്ടുള്ളതും നാറ്റീവ് ആയിട്ടുള്ളതും വേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, എക്സ്ട്രാ ഓവർലോഡ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. എക്സാമ്പിൾസ് സബ്ജക്ട് എന്നുള്ളതാണ് ഫസ്റ്റ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് സബ്ജക്ട്? സബ്ജക്ട് മീൻസ് ഇനീഷ്യേറ്റേഴ്സ് ഓഫ് ആക്ഷൻ. ഒരു ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്ട്, ഇനീഷ്യേറ്റേഴ്സ്. എന്തൊരു ആക്ഷൻ ചെയ്യുക, ആക്ഷൻ മീൻസ് എനി ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഒരു കോപ്പി ചെയ്യുന്നതോ പ്രിന്റ് ചെയ്യുന്നതോ കട്ട് ചെയ്യുന്നതോ പ്രോഗ്രാം ചെയ്യുന്നതോ അങ്ങനെ ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് സബ്ജക്ട് എന്ന് പറയാം. ഓക്കെ, എ സബ്ജക്ട് ഈസ് ടിപ്പിക്കലി എ ടെർമിനൽ യൂസർ. ഓക്കെ, മേ ബി എ യൂസർ ആയിരിക്കാം, ബട്ട് മൈറ്റ് ബി എ പ്രോസസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് യൂസർ ഓർ ഗ്രൂപ്പ് ഓഫ് യൂസർ. അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിരിക്കാം, ഒരു കുറച്ച് യൂസേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന്റെ ബന്ധപ്പെട്ട പ്രോസസ് ആയിരിക്കാം. അല്ലെങ്കിൽ മെയിൻ ആയിട്ട് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റേഴ്സ്, മെയിൻ ആയിട്ട് ഇനീഷ്യേറ്റർ, ആ ഒരു പ്രോസസ് ചെയ്യുന്ന ഇനീഷ്യേറ്റേഴ്സ് ആണ് സബ്ജക്ട്. ഓക്കെ, ഓൾ ആക്ടിവിറ്റി അറൈസസ് ത്രൂ കമാൻഡ്സ് ഇഷ്യൂഡ് ബൈ സബ്ജക്ട്സ്. ഈ സബ്ജക്ട് കൊടുക്കുന്ന കമാൻഡിലാണ് എല്ലാ ആക്ടിവിറ്റീസും വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക എന്നുള്ള സംഭവം ചെയ്യുകയാണെങ്കിൽ അത് കമാൻഡ് ചെയ്യുന്ന ആളാണ് എന്ത്, സബ്ജക്ട്. ഈ സബ്ജക്ട് ആണ് ഈ ഓരോ ഓപ്പറേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സബ്ജക്ട് കമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആക്ടിവിറ്റീസ് വരുന്നത്. സബ്ജക്ട് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെന്റ് ആക്സസ് ക്ലാസ്സസ് ആൻഡ് ദീസ് ക്ലാസ്സസ് മേ ഓവർലാപ്പ്. ഈ സബ്ജക്റ്റിന് ഈ സബ്ജക്റ്റിനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് മാറ്റാം, ഡിഫറെന്റ് ക്ലാസ് ആക്കി മാറ്റാം, അതിൽ നിന്ന് ഓവർലാപ്സ് വരും. ഓക്കെ, സോ സബ്ജക്ട് മീൻസ് സിംപ്ലി ഇനീഷ്യേറ്റേഴ്സ് ഓഫ് ആക്ഷൻ. ദെൻ വാട്ട് ഈസ് ആക്ഷൻ? ആക്ഷൻ ഞാൻ പറഞ്ഞ പോലെ എന്തൊരു ഓപ്പറേഷൻ പെർഫോം ബൈ ദ സബ്ജക്ട് ഓൺ ഓർ വിത്ത് ആൻ ഒബ്ജക്ട്. ഫോർ എക്സാമ്പിൾ ലോഗിൻ, റീഡ്, പെർഫോം, ഇൻപുട്ട്, ഔട്ട്പുട്ട്, എക്സിക്യൂട്ട്. ഓക്കെ, ഒരു സംഭവം റീഡ് ഔട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഒരു ഇമെയിലിലോട്ട് അല്ലെങ്കിൽ ഒരു വേറൊരു ഇതിലോട്ട് ലോഗിൻ ചെയ്യുക, അത് ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക, അതൊക്കെയാണ് ആക്ഷൻ. എന്ത് ചെയ്യുന്നു, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് ആക്ഷൻ. ഈ ആക്ഷൻ ചെയ്യുന്നത് ആരാ? സബ്ജക്ട്. ഓക്കെ, ഇനി എന്ത് യൂസ് ചെയ്തിട്ടാണ് ആക്ഷൻ ചെയ്യുന്നത്? അതാണ് ഒബ്ജക്റ്റ്, ഈ ആക്ഷൻ ചെയ്യുന്ന സാധനം. ഓക്കെ, ഈ ഒബ്ജക്റ്റിനാണ് പല ആക്ഷൻസും ചെയ്യുന്നത്. ഓക്കെ, ഫയൽസ് ആവാം, പ്രോഗ്രാംസ് ആവാം, മെസ്സേജ് ആവാം, എന്ത് കാര്യമാവാം. അപ്പോൾ ഒരു ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്ട്. ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഓപ്പറേഷൻസ്, ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത് ആരെയാണോ അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ റിസപ്റ്റേഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യുന്ന ആൾ, ആക്ഷനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒബ്ജക്ട്സ്. സോ എക്സാമ്പിൾ ഒബ്ജക്ട്സ് വരുമ്പോൾ ഫയല്. സോ ഫയലിനെ നമ്മൾ ഒരു ഫയൽ കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ഫയൽ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് സബ്ജക്ട്. ഓക്കെ, ഇനീഷ്യേറ്റേഴ്സ് ഓഫ് ആക്ഷൻ. ആ ഫയലിനെ കോപ്പി ചെയ്യണം എന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് സബ്ജക്ട്. ഓക്കെ, അത് കോപ്പി ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ആക്ഷൻ. ദെൻ ആ കോപ്പി ചെയ്യുന്ന സാധനമാണ് എന്ത്? ഒബ്ജക്ട്. ദാറ്റ് ഇസ് ഫയലാണ് ഒബ്ജക്ട്. ഓക്കെ, ഫയൽസ്, പ്രോഗ്രാംസ്, മെസ്സേജ്, റെക്കോർഡ്സ്, ടെർമിനൽസ്, പ്രിന്റേഴ്സ്, ഇതൊക്കെയാണ് ഒബ്ജക്റ്റിൽ വരിക. ആൻഡ് യൂസർ ഓർ പ്രോഗ്രാം ക്രിയേറ്റഡ് സ്ട്രക്ചർ. വെൻ ദ സബ്ജക്ട് ഈസ് ദ റിസീവർ ഓഫ് ആക്ഷൻ സച്ച് an electronic mail, then that subject is considered an object. Objects may be grouped by type. Okay, objectനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് exception condition denotes which if any exception condition is raised on return. എന്തെങ്കിലും എക്സെപ്ഷൻ കണ്ടീഷൻസ് ഉണ്ടോ നോക്കാനുള്ളതാണ് എക്സെപ്ഷൻ കണ്ടീഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡിറ്റക്ഷൻ ബേസ്ഡ് ഇൻട്രൂഷൻ ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്ത് എടുത്തു വെക്കണം. ആരൊക്കെ, ഏത് സബ്ജക്ട് ഇനീഷ്യേറ്റേഴ്സ്, ആരൊക്കെയാണ് ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തത്, എന്തൊക്കെ ആക്ഷൻസ് നടന്നു.
ഓക്കെ, ഏതൊക്കെ വെച്ചിട്ടാണ് ആക്ഷൻസ് നടന്നത്, അതായത് ആ ഒബ്ജക്ട്സ്, പിന്നെ എക്സെപ്ഷൻ കണ്ടീഷൻസ് ഉണ്ട്, അതായത് എക്സെപ്ഷൻസ് വന്നോ, അതായത് റിട്ടേൺസ് വന്നോ, പിന്നെ റിസോഴ്സ് എത്ര യൂസ് ചെയ്തു, അതൊക്കെ വരുന്നതാണ്. റിസോഴ്സ് യൂസേജ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ്സ് ഇൻ വിച്ച് ഈച്ച് എലമെന്റ് ഗീവ്സ് ദ എമൗണ്ട് യൂസ് ഫോർ സം റിസോഴ്സ്, അതായത് എത്ര ടൈം ഓരോ റിസോഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതാണ് റിസോഴ്സ് യൂസേജ് വരുന്നത്. എക്സാമ്പിൾ നമ്പർ ഓഫ് ലൈൻസ് പ്രിന്റ് ഓൺ ഡിസ്പ്ലേഡ്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ എത്ര ലൈൻസ് പ്രിന്റ് ചെയ്തു, എത്ര ലൈൻസ് ഡിസ്പ്ലേ ചെയ്തു, അല്ലെങ്കിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് റീഡ് ഓർ റിട്ടേൺ, എത്ര റെക്കോർഡ്സ് റീഡ് ചെയ്തു, അല്ലെങ്കിൽ എത്ര റെക്കോർഡ്സ് റിട്ടേൺ ചെയ്തു, എത്ര റെക്കോർഡ്സ് പ്രോസസിംഗ് ടൈം, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ്, എത്ര യൂണിറ്റ്സ് യൂസ് ചെയ്തു, അതിന്റെ സെക്ഷൻ ഇലാപ്സ്ഡ് ടൈം, എല്ലാം ഈ ഓരോ റിസോഴ്സ് യൂസ്, ഓരോ റിസോഴ്സിന്റെ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് റിസോഴ്സ് യൂസേജിൽ വരുന്നത്. നമ്പർ ഓഫ് ടൈംസ് ആ റിസോഴ്സ് യൂസ് ചെയ്തതൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം സ്റ്റാമ്പ് ആണ്. ടൈം സ്റ്റാമ്പ് പറയുമ്പോൾ യുണീക് ടൈം ആൻഡ് ഡേറ്റ് സ്റ്റാമ്പ് ഐഡന്റിഫൈ when the action took place. അപ്പോൾ ഓരോ കാര്യം നടക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാം, എന്ത് കാര്യം ഇപ്പോൾ ഫയലാണെങ്കിലും എന്താണെങ്കിലും അതിൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എല്ലാത്തിലും ഒരു യുണീക് ടൈം ഉണ്ടാവും, അതാണ് ടൈം സ്റ്റാമ്പ്. ടൈം ആൻഡ് ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, സോ അത് എന്ന് നടന്നു എന്ന് ചെയ്തു എന്ന് അറിയാനാണ് ടൈം സ്റ്റാമ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്, ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡിൽ വരുന്നത്. ഇതൊക്കെ വേണം. മോസ്റ്റ് യൂസർ ഓപ്പറേഷൻസ് ആർ മേഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് എലമെന്ററി ആക്ഷൻ. ഓക്കെ, ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഏത് യൂസർ ഓപ്പറേഷൻസും, ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എലമെന്ററി ആക്ഷൻസ് കൂടിയാണ് ഒരു ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ വരുന്ന ഒരു ഫയൽ കോപ്പി ഇൻവോൾവ്സ്. ഓക്കെ, ഒരു ഫയലിനെ നമ്മൾ കോപ്പി ചെയ്യാണ്, അതിന്റെ ഡിഫറെന്റ് ആക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ദ യൂസർ കമാൻഡ്. അപ്പൊ ആദ്യം ഫസ്റ്റ് ആക്ഷൻ എന്താ, യൂസർ കമാൻഡിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് കോപ്പി ചെയ്യുക എന്നുള്ള ഒരു ആക്ഷൻ. ഓക്കെ, സോ ഡൂയിങ് ആക്സസ് വാലിഡേഷൻ, സെറ്റിംഗ് അപ്പ് ദ കോപ്പി, അതായത് ഒരു ഡാറ്റ, ഒരു ഫയൽ ഒരു ഡ്രൈവിൽ നിന്ന്, ഒരു ഇ ഡ്രൈവിൽ നിന്ന് ഡി ഡ്രൈവിലോട്ട്, ഏതെങ്കിലും ഒരു ഡ്രൈവിൽ നിന്ന് വേറെ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഓപ്പറേഷൻ തന്നെ ഡിഫറെന്റ് എലമെന്ററി ആക്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ആക്ഷൻ അതിനെ കമാൻഡ് ചെയ്യുക, അതായത് ആ ഒരു യൂസർ കമാൻഡ് കോപ്പി ചെയ്യുക എന്നുള്ള കമാൻഡ് എടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സ്പെസിഫൈഡ് ഫയലുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റീഡ് എന്നുള്ള പ്രോസസ് ചെയ്യും, ആ ഒരു മെസ്സേജിന് റീഡ് ഔട്ട് ചെയ്യും, എന്നിട്ട് അതിനെ കോപ്പി ചെയ്യും, എന്നിട്ട് വേറെ ലൊക്കേഷനിൽ പോയിട്ട് അതിനെ റൈറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് ആക്ഷൻസ് കൂടിയതാണ് ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ആക്ഷനെ എലമെന്ററി ആയിട്ട് ക്ലാസിഫൈ, സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഒരൊറ്റ ഇപ്പൊ ഒരു കോപ്പി ചെയ്യാന്നുള്ളതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിനെ കമാൻഡ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഇമേജിനെ കോപ്പി ചെയ്യുന്ന അടുത്ത പ്രോസസ്, അതായത് റീഡ് ഔട്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്ഥലത്ത് പോയിട്ട് അതിനെ റൈറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ പ്രോസസ്. അപ്പോൾ ഡിഫറെന്റ് പ്രോസസ് ആണ്. അങ്ങനെ അഡ്വാൻറ്റേജ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓപ്പറേഷൻ ടു എലമെന്ററി ആക്ഷൻ, ഇങ്ങനത്തെ ഉള്ള ഓരോ ഓപ്പറേഷനെയും എലമെന്ററി ആക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, എന്തൊക്കെ അഡ്വാൻറ്റേജ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒബ്ജക്ട്സ് പറയുമ്പോൾ പ്രൊട്ടക്റ്റബിൾ എൻറ്റിറ്റീസ് ഇൻ ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഫയൽസ് ആണെങ്കിലും നമ്മുടെ മെസ്സേജസ് ആണെങ്കിലും ഇമെയിൽസ് ഒക്കെ ആണെങ്കിലും, അതൊക്കെയാണ് നമ്മൾ പ്രൊട്ടക്റ്റബിൾ എൻറ്റിറ്റീസ്. ഈ വരുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ എലമെന്ററി ആക്ഷൻ വഴി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഓരോ ആക്ഷനിൽ വരുന്ന എക്സെപ്ഷൻ കണ്ടീഷൻസ് റിട്ടേൺ ചെയ്യുന്നത്, അതായത് ഓരോ ആക്ഷനിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, അതിനാണ് അപ്പോൾ ഒരൊറ്റ കേസിൽ നടക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് സിംഗിൾ ഒബ്ജക്ട് സിംഗിൾ ആക്ഷൻ ഓഡിറ്റ് റെക്കോർഡ് സിംപ്ലിഫൈ ദ മോഡൽ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, അപ്പൊ സിമ്പിൾ സ്റ്റെപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ മോഡൽ, ബിക്കോസ് ഓഫ് സിമ്പിൾ യൂണിഫോം സ്ട്രക്ചർ ഓഫ് ദ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്, ഇറ്റ് മേ ബി റിലേറ്റീവ്ലി ഈസി ടു ഒബ്റ്റെയിൻ ദിസ് ഇൻഫർമേഷൻ ഓർ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ബൈ എ സ്ട്രേറ്റ് ഫോർവേഡ് മാപ്പിംഗ് ഫ്രം എക്സിസ്റ്റിംഗ് നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് ടു ദി ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ്. അതായത് ഇത് സിമ്പിൾ ആൻഡ് ഡിഫറെന്റ് സ്റ്റെപ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഇൻഫോർമേഷന് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു സ്പ്ലിറ്റപ്പ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ടെക്നിക്സ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിറ്റക്ഷൻ ടെക്നിക്. Different types of techniques can be studied in the next class. Okay, thank you. Have a nice day.